നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ വിഷു കുക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ വിഷുവിന് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണ്. അതായത് മുളയരി കൊണ്ടുള്ളൊരു പായസം. മുളയരി എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും അവൈലബിൾ അല്ലെങ്കിലും ചില ഭാഗത്ത് കിട്ടുന്ന സാധനമാണ്. ഞാനിത് വയനാട് പോയപ്പോൾ ഇത്തവണ വാങ്ങിയിട്ട് വന്നതാണ് എനിക്ക് സ്പെഷ്യലായിട്ടൊരു പായസം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈ മുളയരിയെക്കുറിച്ച് എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവും. എന്താണ് മുളയരി, എവിടെ നിന്നാണ് കിട്ടുന്നത്, ഈ വക വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഹായ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മുളയരി എന്ന് പറഞ്ഞ സാധനം. കണ്ടോ, ഏകദേശം നമ്മുടെ ഗോതമ്പിൻ്റെ ഷേപ്പും അരിമണിയുടെ വലിപ്പമുള്ള സാധനമാണ് ഈ മുളയരി എന്ന് പറയുന്നത്. ഈ മുളയരി ഞാൻ വയനാട് വർക്കിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുളയില്ലേ, മുള പുല്ലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടൊരു ചെടിയാണ്, നമുക്കറിയാം. മുളയുടെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 10 വർഷം മുതൽ 120 വർഷം വരെ ജീവിച്ചിരിക്കുന്ന മുളകളുണ്ട്. ഈ മുളകൾ അതിൻ്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യം, അതായത് നശിച്ചു പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ പൂക്കുള്ളൂ. പൂത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വിത്താണ് ഈ പറയുന്ന മുളയരി എന്ന് പറഞ്ഞ സാധനം. ഇത് ധാരാളമായിട്ട് ചില സീസണിൽ ഇങ്ങനെ വയനാടൻ പ്രദേശങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആദിവാസികളുടെ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ മുളയരി എന്ന് പറഞ്ഞ സാധനം. ഇത് പൂത്ത് കഴിഞ്ഞാൽ കാറ്റത്ത് ഇങ്ങനെ ഇതിൻ്റെ വിത്ത് താഴേക്ക് വീഴും. അതായത് ആ സമയത്ത് ഇവരിത് ഈ മുളയുടെ ചുവട് മൊത്തം വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ഷീറ്റോ ടാർപോളിനൊക്കെ വിരിച്ചിട്ട് അതിൽ മൊത്തം കളക്ട് ചെയ്തിട്ട് അത് ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇത് എന്താ പറയുക, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനം കൂടിയാണ് ഈ മുളയരി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മളിന്ന് ഇതുകൊണ്ട് പായസമാണ് ഉണ്ടാക്കുന്നതെങ്കിലും പല രീതിയിൽ പല സാധനങ്ങളും ഉണ്ടാക്കി ആദിവാസികൾ ഇത് കഴിക്കാറുണ്ട്. അതിൽ അധികം വരുന്ന ഇവർ കടകളിൽ കൊണ്ട് വിൽക്കാറുമുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിയിരിക്കുന്നത് വയനാട്ടിൽ ഗാന്ധി ഗ്രാമത്തിൽ നിന്നാണ്. ഗാന്ധി ഗ്രാമത്തിലെ മുളയരി, ശരിക്കുള്ള മുളയരി നമുക്ക് കിട്ടും അവിടെ നിന്ന്. അപ്പോൾ ഇത് വില നോക്കുകയാണെങ്കിൽ കിലോ 250 മുതൽ 300 രൂപ വരെ വിലയുണ്ട്. ഞാനത് അര കിലോ 150 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ മുളയരിയുടെ ഔഷധ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണ അരിയും ഗോതമ്പും പോലെയൊക്കെ തന്നെ ഇതിലും ധാരാളം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രോട്ടീൻ്റെ കാര്യത്തിൽ ഇത് ഗോതമ്പിനേക്കാളും അരിയേക്കാളും വളരെ മുകളിലാണ്. ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഈ മുളയരി. പിന്നെ ഇത് വൈറ്റമിൻ B6 ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അതുകൂടാണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ്, ഡയബറ്റീസ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതുകൂടാതെ സന്ധിവേദന, നമ്മുടെ ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിനില്ലേ, നടുവേദന, പിന്നെ വാദസംബന്ധമായ വേദനകൾ, ഇതൊക്കെ കുറയ്ക്കാനുള്ള കഴിവും മുളയരിക്കുണ്ട്. ഇനി ചില ഭാഗത്ത് ആദിവാസികൾ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സന്താന ഉൽപ്പാദന ശേഷി കൂട്ടാൻ വേണ്ടി ഈ മുളയരി ധാരാളമായിട്ട് കഴിക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ് മുളയരി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളയരി പായസമാണ്. ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൽ കാണാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ മുളയരിയെ ഒരു 6 മണിക്കൂറോളം കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞു. കാരണം ഇത് തറയുന്നൊക്കെ വരെടുക്കുന്ന സാധനമാണ്, കുറച്ച് കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും ക്ലീൻ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം ഫുള്ള്, ഒരു നൈറ്റ് ഫുള്ള് കുതിർക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം അത്രയ്ക്കും ബലമുള്ള സാധനമാണ് ഈ മുളയരി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളിതിനൊന്ന് കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. നന്നായിട്ട് വേവുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഇടുകയാണേ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം ഒഴിക്കണം. അതായത് ഞാനിപ്പോൾ ഒരു അര കിലോ, നേരത്തെ പറയാൻ പറഞ്ഞത് 1 കിലോ ആണ് ബാംബു റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് ഒരു 3 കപ്പ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ 3 കപ്പ് റൈസിന് ഒരു 6 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് വേവുള്ളതുകൊണ്ട് കുറച്ച് അധികം വെള്ളം വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 വിസിൽ വരുന്നവരെങ്കിലും വേവിക്കണമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ എക്സ്ട്രാ വേണമെങ്കിൽ ഞാൻ പിന്നെ പറയാം. എന്തായാലും ഒരു 10 വിസിൽ ആദ്യം വേവിക്കാൻ്റെ പരിപാടി. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് ബാക്കി പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. ആസ് യൂഷ്വൽ എന്നെ സഹായിക്കേണ്ടേ ഉദയൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ വിഷുവിന് ഫുൾ ഉദയായിരുന്നു വിഷുക്കണി ഒരുക്കാൻ ഹെൽപ്പ് ചെയ്തതും ബാക്കി വിഷു സദ്യയും എല്ലാം ഒരു വലിയ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ വിഷുവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയെ കാണണം എന്ന് ആവശ്യപ്പെടുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഫാമിലി എല്ലാം ആ വീഡിയോയിലുണ്ട് കേട്ടോ. എല്ലാവരും അതും കാണാൻ ശ്രമിക്കുക. ഞാൻ എന്താ പറയുക, എൻ സ്ക്രീനിലും കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. നമ്മുടെ ബാംബു റൈസ് ഇപ്പോൾ 10 വിസിലൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് വെള്ളമായിരുന്നു നമ്മൾ വെച്ചത്.
വെന്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിൻ്റെ സ്വഭാവം അനുസരിച്ച് വിസിൽ കൂടുകയോ കുറയുകയോ ചെയ്യൂട്ടോ. അപ്പോൾ ഇത് 10 വിസിൽ അടിച്ചിരിക്കണം കറക്റ്റ്. വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഇതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത് തണുക്കട്ടെ കുറച്ച് നേരം. ഇനി ഞാൻ മറ്റൊരു പാന് സ്റ്റൗവിലേക്ക് വെക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ശർക്കര ഇട്ടൊന്ന് ഉരുക്കിയെടുക്കണം, പാനിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10 ക്യൂബ് ശർക്കര കേട്ടോ. ഒരു 700 ഗ്രാം 750 ഗ്രാം ഉണ്ടാവും. 1/2 കിലോയ്ക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടേ. തണുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒത്തിരി മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുളയരി ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ടേ. തണുത്ത് വരുമ്പോൾ ഞാനിതിനെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ ഈ മുളയരി പായസം ഞാൻ വയനാടൊക്കെ പോകുമ്പോൾ കുറേ വാങ്ങി കുടിച്ചിട്ടുണ്ട് പലയിടത്തൊന്നും. അപ്പോൾ ഇത് ബാക്കി നമ്മുടെ പായസം പോലെ ഒരു കൊഴുപ്പുണ്ടാവില്ല. അതായത് ഒന്ന് വിട്ട പോലെ നിൽക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കൊഴുപ്പ് കിട്ടണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ച് മിക്സിക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ ഒന്ന് ചേർന്നിട്ട് പായസമായിട്ട് ചേർന്നിട്ട് ഒന്ന് കൊഴുപ്പുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ട് കിടന്നാൽ പ്രശ്നമില്ല എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാം. അതൊന്ന് ഫുള്ളായിട്ട് എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയാണ്. നമ്മൾ ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ. ഇത് ഞാൻ ഉരുളി അടുപ്പത്തേക്ക് വെച്ച് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ഒഴിക്കാൻ പോകണം നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനിയാണ് കേട്ടോ. ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമ്മളിത് ബാംബു റൈസ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണേ. ഇറക്കിയ ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് അടുത്ത് ഒഴിക്കേണ്ടത് തേങ്ങയുടെ 2ാം പാലാട്ടോ. ഞാനൊരു 6 കപ്പ് 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു അബദ്ധം പറ്റി നമ്മൾ എടുത്ത ഉരുളി കുറച്ച് ചെറുതായി പോയിട്ടോ. അതുകൊണ്ട് കുറേശ്ശെ വീതി ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പായസം 2ാം പാലൊഴിച്ച് ഒന്ന് കുറുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് വറ്റി കണ്ടോ. ഈ സമയം നമ്മളിതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ. 3 കപ്പാണ് 1ാം പാൽ എടുത്തിരിക്കുന്നത്. ഈ 1ാം പാൽ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഒത്തിരി അങ്ങോട്ട് ചൂടാവാൻ പാടില്ലേ. ഒന്ന് സൈഡൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി, അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം നമ്മൾ നേരത്തെ മറന്നുപോയി, ഏലക്ക ഇട്ടില്ല കേട്ടോ. ഒരു 4-5 ഏലക്ക ചതച്ച കൂടി ഇടുന്ന ഈ സമയത്ത്. നിങ്ങൾക്ക് ഏലക്കയുടെ മണം അധികം ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ഇട്ടുള്ളൂ. പൗഡർ ഇട്ടാലും മതി കേട്ടോ ഏലക്കയുടെ. നമ്മളിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. അതങ്ങോട്ട് നോക്കാം നമുക്ക്. ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ. നെയ്യ് കുറച്ച് മതി എന്നുള്ളത് കുറച്ച് ചേർത്താൽ മതിയേ. കൂടുതലുള്ളത് കൂടുതൽ ചേർക്കുക. സോ നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്ത് കണ്ടോ. തേങ്ങാക്കൊത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞങ്ങൾ ഇത്രയും എടുത്തിട്ടുണ്ട്, 1/2 കപ്പ്. ഇതൊന്ന് മൂത്ത് വരണേ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 10-15 ഞാൻ എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് റൈസിൻസ് ഉണക്കമുന്തിരിയാണേ അങ്ങോട്ട് കൊടുക്കുക. ഈ മുന്തിരി ഒന്ന് വീർത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം മുന്തിരി വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പതിയെ ഇതിൽ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ മുളയരി പായസം റെഡി ആയിട്ടുണ്ട്.
നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൈനിങ് ടേബിളിൽ നിന്നൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളയരി പായസം ഇത് റെഡിയാക്കിയിട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ശരിക്ക് കൊഴുപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ മിക്സിക്ക് ചെറുതായിട്ടൊന്ന് കൃഷി ചേർത്തേണ്ട ഗുണമായിരിക്കും അത്. നല്ലൊരു മണം വരുന്നുണ്ട്. നെയ്യുടെയും ഇത് വറുത്ത തേങ്ങയുടെയും കാഷ്യൂനട്ടിൻ്റെ ഒക്കെ കൂടെ മണമായിരിക്കും അത്. അപ്പോൾ ഞങ്ങളിത് 2 ചെറിയ മൺ ഗ്ലാസ്സിലേക്ക് കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ട്. How is it? രസമുണ്ട്. നമ്മുടെ ഒരു ഗോതമ്പ് പായസത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ അല്ലേ? ഗോതമ്പ് പായസത്തിൻ്റെ ഒരു എന്താ പറയുക ഫീലാണെങ്കിലും വേറെ ലെവലാട്ടോ അത്. ശരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനം തന്നെയാണ്. ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം കുടിച്ചിരുന്നു. ഞാൻ ഈ കുടിച്ചിരിക്കുന്നതൊക്കെ വയനാട് പോകുമ്പോൾ അവിടെ ചില ഷോപ്സിൽ മുളയരി പായസം കിട്ടും റോഡ് സൈഡിൽ. പിന്നെ അവിടെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ സ്റ്റോളിൽ മുളയരി പായസം ഉണ്ടാവും. ഞാൻ അപ്പോഴൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്കൊരു ഇത് രണ്ടും ഈ മുളയരിയും ഈ പായസത്തിൻ്റെ ബാക്കി കണ്ടൻസ് വിട്ടു നിൽക്കുന്നൊരു ഫീലാണ് കിട്ടുക. ഇത് പക്ഷെ അങ്ങനെയല്ല, വളരെ യമ്മിയായിട്ട് വളരെ ഭംഗിയായിട്ട് കണ്ടോ. ഇത് രണ്ടും കൂടെ ശരിക്കും സെറ്റായിട്ടുണ്ട് കണ്ടോ. വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആത്മാർത്ഥമായിട്ട് പറയാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. കൊള്ളാം. അപ്പോൾ മുളയരി കിട്ടിയാൽ ഉറപ്പായിട്ടും ഈ സാധനം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വിഷുവിന് ഞാനും എന്താ പറയുക ഉദയ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ശരിക്കും വിഷുക്കണിയൊക്കെ ഉണ്ടാക്കി വിഷു സദ്യയൊക്കെ അടിച്ചു പൊളിച്ചൊരു വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. സോ ഇതുവരെയും കാണാത്തവർ ആ വീഡിയോയും കാണുക. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഫാമിലിയെ ഫുൾ അവിടെ കാണാൻ പറ്റും. പലരും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് വൈഫിനെയും മക്കളെയൊക്കെ കാണിക്കുന്നത്. എല്ലാവരും അതിലുണ്ട്. സോ ഉറപ്പായിട്ടും കാണുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ് ആൻഡ് ഹാപ്പി വിഷു ടു ഓൾ.